ലാസ്റ്റ് ക്ലാസ്സിൽ മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട കുറെ ടെർമിനോളജി, കുറെ ടൈംസ്, ഫിനോടൈപ്പ്, ജീനോടൈപ്പ്, ഫാക്ടർ, അലീൽസ്, ഹോമോസൈഗസ്, ഹെറ്ററോസൈഗസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ അത് ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പില് ഒരു ട്രൂ ബ്രീഡിംഗ് ടോളിനെയും ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫിനെയും കൂടെ ക്രോസ് ചെയ്തു അല്ലെ. ടോള്, ഡോർഫ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫീനോടൈപ്പ് ആണല്ലോ. ഇനി ഇതിന്റെ നമ്മൾ എന്തെഴുതി? ജീനോടൈപ്പ് എഴുതി അല്ലെ. ഈ ടോളിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആണ്. ഓർമ്മയുണ്ടല്ലോ, ട്രൂ ബ്രീഡിംഗ് ആണ്. ട്രൂ ബ്രീഡിംഗ് ആകുമ്പോൾ എത്ര പ്രാവശ്യം സെൽഫ് പോളിനേഷൻ കഴിഞ്ഞാലും അതിന് ടോളേ കിട്ടത്തുള്ളൂ. അപ്പൊ അതിലുള്ള രണ്ട് ഫാക്ടറും രണ്ടരിയിലും ടോളിൻ്റെതാണെന്ന് അർത്ഥം. ഈ ഡോർഫും ട്രൂ ബ്രീഡിംഗ് ആണ്. അപ്പൊ അതിനർത്ഥം അതിലുള്ള രണ്ടരിയിലും സെയിം ആണ്. ട്രൂ ബ്രീഡിംഗ് എന്ന് കേട്ട അപ്പോഴേ മനസ്സിലാക്കണം അതിനകത്തുള്ള രണ്ടരിയിലും എന്താണ്? സെയിം ആണ്. അത് ഹോമോസൈഗസ് കണ്ടീഷൻ. ഹോമോസൈഗസിനാണ് ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ ക്രോസ് ചെയ്ത് അപ്പൊ നമുക്ക് F1 കിട്ടിയത് എല്ലാം ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യത്യസ്തമായി പഠിക്കുന്നു. ഇവരെ അങ്ങ് ക്രോസ് ചെയ്യുമ്പോൾ പ്ലാന്റുകൾ അങ്ങ് ക്രോസ് പോളിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ പോളിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ഗ്യാമീറ്റ്സിന്റെ ഫോർമേഷനും ഫ്യൂഷനും ഉണ്ട്. അപ്പൊ ഇതും ഗ്യാമീറ്റ് ഉണ്ടാക്കണം, ഇതും ഗ്യാമീറ്റ് ഉണ്ടാക്കണം. നിങ്ങളുടെ ഫ്യൂഷൻ നടക്കുന്നത് നമ്മൾക്ക് ഇവിടെ ഗ്യാമീറ്റ്സ് എഴുതാം. ഗ്യാമീറ്റ്സ് ഇവരുണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് എങ്ങനെയാ? ഇവർ ഒരു ഗ്യാമീറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഗ്യാമീറ്റിൽ ഒരു അലീൽ മാത്രമേ വരത്തുള്ളൂ. ക്ലിയർ ആയി പറഞ്ഞു പോയില്ലേ? ഒരു ഓർഗാനിസം ഒരു ഗ്യാമീറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഗ്യാമീറ്റിൽ അതിന്റെ ഒരു ക്യാരക്ടറിന് വേണ്ടിയുള്ള ഒരു അലീൽ മാത്രമേ പ്രസന്റ് ആവത്തുള്ളൂ. രണ്ടും കൂടെ ഒരു ഗ്യാമീറ്റ് വരത്തില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, നമുക്കൊരു സെൽ, നമ്മുടെ സെല്ലിനകത്ത് 46 ക്രോമസോം ഉണ്ട്. ഈ 46 ക്രോമസോമിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് നമ്മൾ റീപ്രൊഡക്ഷൻ പഠിച്ചു. ഇപ്പം സ്പേം ആയിക്കോട്ടെ, ഓവം ആയിക്കോട്ടെ, ആ സ്പേമിലെ ക്രോമസോം നമ്പർ എത്ര? 23. ഓവത്തെ ക്രോമസോം നമ്പർ എത്ര? 23. അതായത് പകുതി മാത്രമേ എന്തിലോട്ട് പോകത്തുള്ളൂ? ഒരു ഗ്യാമീറ്റ്സിലോട്ട് പോകത്തുള്ളൂ. ഫുള്ള് സെറ്റ് ക്രോമസോം ഒന്നിൽ പോകത്തില്ല, ഫുള്ള് സെറ്റ് ജീൻസ് ഒന്നിലോട്ട് പോകത്തില്ല. അപ്പൊ അതുപോലെയാണ് ജീൻസിന്റെ കേസ്, അലീൽസിന്റെ കേസ്. ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു ഓർഗാനിസത്തിന്റെ സെല്ലിൽ എന്തുണ്ട്? രണ്ട് അലീൽസ് ഉണ്ട്. ഇപ്പൊ ഇത് രണ്ടും ഒരു സെല്ലിനകത്തുള്ള അലീൽസ് ആണ്, ജീനാണ്. ഈ സെല്ല് ഗ്യാമീറ്റ് ഫ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത്, മിയോസിസ് സമയത്ത്, ഗ്യാമീറ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയ മിയോസ് ആണ്. ഗ്യാമീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഗ്യാമീറ്റിൽ അതിൽ ഏതെങ്കിലും ഒരു അലീൽ മാത്രമേ പോകത്തുള്ളൂ. സോ ഒരു അലീൽ ഇതിലോട്ട് പോയി, അപ്പൊ മറ്റേ അലീൽ മറ്റേ ഗ്യാമീറ്റിലോട്ട് പോകും അല്ലെ. ഇങ്ങനെയാണ് ഗ്യാമീറ്റ്സ് ഉണ്ടാക്കുന്നത്. ഒരു അലീൽ ഒരു ഗ്യാമീറ്റ് പോകും, മറ്റേ അലീൽ മറ്റേ ഗ്യാമീറ്റിലോട്ട് പോകും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് അലീൽ എന്താ? രണ്ട് ഗ്യാമീറ്റ് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം എഴുതിയാൽ മതി. രണ്ട് ഗ്യാമീറ്റ് ഉണ്ടാകും, പക്ഷെ നമുക്ക് ഒരു ഗ്യാമീറ്റ് എഴുതിയാൽ രണ്ട് സെയിം ആണല്ലോ, ഹോമോസൈഗസ് ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം സ്മോൾ ടി അടങ്ങിയ ഗ്യാമീറ്റ്. ഗ്യാമീറ്റ്സ് ആണ് നമ്മൾ വട്ടത്തിലിട്ടാ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് ടോൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന അരിയിൽ അടങ്ങിയ ഗ്യാമീറ്റ്സെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഡോർഫ് എന്ന് പറയുന്നത് സ്മോൾ ടി അടങ്ങിയ അരിയിൽ അടങ്ങിയ ഗ്യാമീറ്റ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് ബോത്ത് ആർ ഹോമോസൈഗസ് ഇൻ നേച്ചർ. ഇനി ഈ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായതെല്ലാം എന്താണ്? ടോളാണ്. ആ F1 ജനറേഷനിൽ ഉണ്ടായത് മൊത്തം ടോളാണ്. അതിന്റെ ജീനോടൈപ്പ് ഇങ്ങനെയായിരുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇനി ഇതിനെയാണ് മെന്റൽ എന്തിന് വിധേയമാക്കിയത്? സെൽഫിങ്ങിന് വിധേയമാക്കിയത്. ഓക്കെ, സെൽഫിങ്ങിന് വിധേയമാക്കി. സെൽഫിങ്ങിന് വിധേയമാക്കിയപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ടോൾ ഇൻറ്റു ടോ. സെൽഫിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലാന്റ് അല്ല, ഒരൊറ്റ പ്ലാന്റ്, അതുപോലെ ഒരു ഫ്ലവർ. ഒരു ഫ്ലവർ എന്നുള്ള പോളാരിസ് അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വീഴുകയാണ്. അപ്പൊ ഇതിന്റെ ജീനോടൈപ്പ് എന്താ? ഇതിനാണ് നമ്മൾ സെൽഫ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ട് സെയിം ആണല്ലോ, ഒരു പ്ലാന്റ് ആണല്ലോ. അപ്പൊ ഇത് ഫീനോടൈപ്പ്, ജീനോടൈപ്പ്. നമുക്ക് ഗ്യാമീറ്റ്സ് എഴുതാം. സോ ഇതുണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് എങ്ങനെയാ? ക്യാപിറ്റൽ ടി അടങ്ങിയ ഗ്യാമീറ്റ്, സ്മോൾ ടി അടങ്ങിയ ഗ്യാമീറ്റ്. രണ്ടും നമ്മൾ എഴുതിയേ പറ്റത്തുള്ളൂ, കാരണം ഹെറ്ററോസൈഗസ് ആണ്. രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാക്കും. ഇവിടെ രണ്ട് സെയിം ആയതുകൊണ്ടാണ് ഒരെണ്ണം എഴുതിയത്. ഇവിടെ രണ്ട് ഡിഫറെന്റ് ആണ്, രണ്ടും എഴുതിയേ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്ലിയർ ആയല്ലോ? ഇത് ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യാം, ഇത് ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യാം, ഇത് ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യാം, ഇത് ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യും. സോ ഇത് ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. ഇത് ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി.
ഇത് ഇതുമായിട്ട് ഫീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് ഇതുമായിട്ട് ഫീസ് ചെയ്യുമ്പോൾ സ്മോൾ ടി സ്മോൾ ടി. നമുക്ക് നോക്കാം. രണ്ടടിയിലും ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഇതെന്താണ്? ടോളാണ്. ഇവിടെ ഒരടിയിൽ ക്യാപിറ്റൽ ടിയും ഒരടിയിൽ സ്മോൾ ടിയും വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ടോളാണ്. പഠിച്ചതാണ്. ഇവിടെ ഒരടിയിൽ ക്യാപിറ്റൽ ടി ഒരടിയിൽ സ്മോൾ ടി, ടോളാണ്. രണ്ടടിയും സ്മോൾ ടി ആയാൽ എന്താവും? ഡോർഫ്. അപ്പൊ ഒരു പ്ലാനിന് ടോൾ ആവണമെങ്കിൽ അത് മിനിമം ഒരു അടിയിൽ എന്തുണ്ടായിരുന്നാൽ മതി? ടോളിന്റെ അടിയിൽ ഉണ്ടായിരുന്നാൽ മതി. രണ്ടെണ്ണം ടോളിന്റെ അടിയിലാണ്, രണ്ടെണ്ണം ക്യാപിറ്റൽ ടി ആണ്, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ക്യാപിറ്റൽ ടി വന്നാൽ മതി, അത് ടോളായി. രണ്ടടിയിലും ഡോർഫിന്റെ ആയാൽ മാത്രമേ അതിന് ഡോർഫ് ആവാൻ പറ്റത്തുള്ളൂ. രണ്ട് സ്മോൾ ടി വന്നാലേ ആ പ്ലാനിന് എക്സ്പ്രസ് ചെയ്യാൻ ഡോർഫ് ആയിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ 3 ടോൾ ഒരു ഡോർഫ്, അത് നമ്മൾ 3:1 എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആ കിട്ടിയ ഈ ജനറേഷനെ വിളിച്ച പേരാണ് F2 ജനറേഷൻ. എന്താ വിളിച്ചേ? F2 ജനറേഷൻ. അപ്പൊ ഈ F2-ൽ മെന്റലിന് കിട്ടിയ ഫീനോടൈപ്പിക് റേഷ്യോ, മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ മെന്റലിന് കിട്ടിയ ഫീനോടൈപ്പിക് റേഷ്യോ എത്രയാ? ഫീനോടൈപ്പിക് റേഷ്യോ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാ. 3 ടോൾ ഒരു ഡോർഫ്, അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാ. സോ ഫീനോടൈപ്പിക് റേഷ്യോ എത്ര? 3:1. മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിലെ ഫീനോടൈപ്പ് റേഷ്യോ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു. കിട്ടിയ പ്ലാന്റ്സിലെല്ലാം 3 ടോള് 1 ഡോർഫ്. 100 കിട്ടിയെങ്കിൽ 75 ടോള് 25 ഡോർഫ്. 3:1. എന്നാൽ ഇതിലെ ജീനോടൈപ്പിക് റേഷ്യോ എങ്ങനെയാണ് നോക്കാം. ജീനോടൈപ്പിക് റേഷ്യോ, ഈ ഫീനോടൈപ്പിക്കിന് കാരണമായ ജീനോടൈപ്പ്, ഈ ടോൾ എന്ന് പറയുന്ന ഫീനോടൈപ്പിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. അപ്പൊ ക്യാപിറ്റൽ ടി ജീനോടൈപ്പ് ഉള്ള എത്ര എണ്ണം ഉണ്ട്? 1 അല്ലെ? ഈ രണ്ട് ടോളിന്റെയും ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ജീനോടൈപ്പ് ഉള്ളത് 2 എണ്ണം ഉണ്ട്. അടുത്ത ഡോർഫിന്റെ ജീനോടൈപ്പ് സ്മോൾ ടി അത് എത്ര എണ്ണം? 1 എണ്ണം. സോ റേഷ്യോ 1:2:1. സോ മെന്റലിന്റെ ഫീനോടൈപ്പ് റേഷ്യോ 3:1, ജീനോടൈപ്പ് റേഷ്യോ 1:2:1. അപ്പൊ F2-ൽ 2 തരം ജീനോടൈപ്പ് ഉള്ള ടോൾസ് ഉണ്ട്. ക്യാപിറ്റൽ ടി ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്. ഓക്കെ. ഫീനോടൈപ്പ് പറയുമ്പോൾ 3 ടോള്, ജീനോടൈപ്പ് പറയുമ്പോൾ ഇതിന്റെ ഡിഫറെന്റ് ആണ്, ഇതിന്റെയും സെയിം ആണ്. ഓക്കെ. ക്യാപിറ്റൽ ടി ഇത് രണ്ടിന്റെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി 1:2:1. സോ മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഫീനോടൈപ്പ് റേഷ്യോ 3:1, ജീനോടൈപ്പ് റേഷ്യോ 1:2:1. ക്ലിയർ ആയല്ലോ? സോ ഇതാണ് നമ്മൾ മെന്റലിന്റെ എക്സ്പെരിമെന്റ് ആയി മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിക്കാൻ പോകുന്നത്. സോ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ ലെക്ചർ നോട്ടും കൂടെ തയ്യാറാക്കുക, ലെക്ചർ നോട്ടും കൂടെ എഴുതി മനസ്സിലാക്കി വേണം ഇത് പഠിക്കേണ്ടത്. ഓക്കെ. കാണാപാഠം പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല പ്രിൻസിപ്പൽസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് വിളിച്ചോ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഡൗട്ടുകൾ ചോദിച്ച് മനസ്സിലാക്കി വേണം പോകേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ ടോപ്പിക്സിലോട്ട് പോകാം. ഞാൻ പറയാം അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പുന്നെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഇതാണ് പുന്നെറ്റ് സ്ക്വയർ, അല്ലെങ്കിൽ ഇത് നമ്മള് ചെക്കർ ബോർഡ് എന്നൊക്കെ പറയാറുണ്ട്. പുന്നെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ചെക്കർ ബോർഡ്. എന്താണ് പുന്നെറ്റ് സ്ക്വയർ എന്ന് ചോദിച്ചാൽ the diagrammatic representation of crossing of organisms. ഓർഗാനിസത്തിന്റെ ക്രോസിംഗിനെ നമ്മൾ ഒരു ഡയഗ്രത്തിന്റെ സഹായത്താൽ റെപ്രസെന്റ് ചെയ്യുന്നത് പറയുന്ന പേരാണ് പുന്നെറ്റ് സ്ക്വയർ. The diagrammatic representation of crossing of organisms is called as Punnett square. ഓർഗാനിസത്തിനെ ക്രോസ് ചെയ്യുന്നതിനെ ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് പറയുന്ന പേരാണ് പുന്നെറ്റ് സ്ക്വയർ. The diagrammatic representation of crossing of organisms is called as Punnett square. ആ പേര് കിട്ടിയത് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് റെജിനാൾഡ് സി പുന്നെറ്റ്. റെജിനാൾഡ് സി പുന്നെറ്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് അതിനെ പുന്നെറ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ജീവജാലങ്ങളുടെ ഈ പറഞ്ഞ പ്ലാന്റ്സിന്റെ ഒക്കെ ക്രോസിങ്ങിനെ ഒരു ഡയഗ്രത്തിന്റെ സഹായത്താൽ ഒരു സ്ക്വയറിന്റെ രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകും. അതെങ്ങനെ നോക്കുക? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ മെന്റലില് നമ്മൾ ഈ F2 ഇങ്ങനെ F2 ജനറേഷൻ കിട്ടി. ഇതിനെ ഒരു പുന്നറ്റ് സ്ക്വയർ രൂപത്തിൽ ഞാൻ ആവിഷ്കരിക്കാൻ പോവുകയാണ്. എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഒരു പുന്നറ്റ് സ്ക്വയറിൽ ഒരു വലിയ സ്ക്വയർ വരയ്ക്കും. എന്നിട്ട് നമുക്ക് ഇതിനെ ഈ ഇപ്പൊ സെൽഫ് F2 എന്ന് പറഞ്ഞാൽ F1 സെൽഫ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ ഇവിടെ എത്ര ഗ്യാമീറ്റ്സ് ഉണ്ട്? ഇത് 2 ഗ്യാമീറ്റ് ഉണ്ടാക്കി, ഇത് എത്ര 2 ഗ്യാമീറ്റ്സ് ഉണ്ടാക്കി. ആ ഗ്യാമീറ്റ്സ് ഒന്ന് നേരത്തെ അറിയാം. ഈ 2 ഗ്യാമീറ്റ്സോടെ ഫ്യൂസ് ചെയ്താൽ മൊത്തം 4 ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ 4 ഓഫ്സ്പ്രിങ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. നേരത്തെ നമുക്കറിയാം എത്ര ഗ്യാമീറ്റ്സ് ആണോ ഉണ്ടാകുന്നത്. 2 ഓർഗാനിസം, 2 പാരന്റ്, മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ 4 ഗ്യാമീറ്റ് വരുന്നെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് 16. അപ്പൊ എനിവേ ഇവിടെ ഉണ്ടാക്കിയ ഗ്യാമീറ്റ്സ് 2, ഇവിടെ 2 ഗ്യാമീറ്റ്സ്, അപ്പൊ ടോട്ടൽ ഓഫ്സ്പ്രിങ്സ് 4. അപ്പൊ ഇതിനെ 4 സ്ക്വയർ ആക്കി ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഒന്നിനെ നമ്മൾ മെയിലായിട്ടും മറ്റേ നമ്മൾ ഫീമെയിൽ ആയിട്ടും കൺസിഡർ ചെയ്യണം. ഏതൊരു ക്രോസിലായിട്ട്. ഇപ്പോൾ ഈ എക്സാമ്പിൾ ഞാൻ മെന്റലിന്റെ F2 പുന്നറ്റ് സ്ക്വയർ ആണ് വരയ്ക്കുന്നത്. അപ്പൊ ഇതിനെ മെയിലാക്കി, ഇതിനെ ഫീമെയിൽ ആക്കി എടുത്തു. എന്നിട്ട് മെയിലിന്റെ ഗ്യാമീറ്റ്സിനെ ഇവിടെ നിരത്തി എഴുതണം, ഫീമെയിലിന്റെ ഗ്യാമീറ്റ്സിനെ വെർട്ടിക്കലാക്കി എഴുതണം. മെയിലിന്റെ ഗ്യാമീറ്റ്സ്, ഇവിടെ ഫീമെയിലിന്റെ ഗ്യാമീറ്റ്സ്. ഓക്കെ, മെയിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഫീമെയിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മെയിലിന്റെ ഗ്യാമീറ്റ്സ് ഇങ്ങനെ ക്യാപിറ്റൽ T സ്മോൾ, ഫീമെയിലിന്റെ ഗ്യാമീറ്റ്സ് ക്യാപിറ്റൽ T സ്മോൾ. എന്നിട്ട് ഇതിനെ ഇതിനോട് ക്രോസ് ചെയ്ത് ഇവിടെ, ഇത് ഇതോടെ ക്രോസ് ചെയ്ത് ഇവിടെ, ഇത് ഇതോടെ ക്രോസ് ചെയ്ത് ഇവിടെ, ഇത് ഇതോടെ ക്രോസ് ചെയ്ത് ഇവിടെ. ഇതോടെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ T ക്യാപിറ്റൽ, ഇത് ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ T സ്മോൾ t, ഇത് ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ T സ്മോൾ t, ഇത് ക്രോസ് ചെയ്യുമ്പോൾ സ്മോൾ t. This is called a Punnett square. So actually നമ്മൾ സാധാരണ പുന്നറ്റ് സ്ക്വയറിനകത്ത് ജീനോടൈപ്പിലാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ ഫീനോടൈപ്പ് എഴുതി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. സാധാരണ ജീനോടൈപ്പാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ T ടോളാണ്, ക്യാപിറ്റൽ T സ്മോൾ t ടോളാണ്, ക്യാപിറ്റൽ T സ്മോൾ t ടോളാണ്, സ്മോൾ t ഡോർഫ്. ഓക്കെ, സോ ഇങ്ങനെ ഓർഗാനിസത്തിനെ ക്രോസ് ചെയ്യുന്നത് ഒരു ഡയഗ്രത്തിന്റെ സഹായത്താൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് വിളിക്കുന്നവരാണ് പുന്നറ്റ് സ്ക്വയർ ഓർ ചെക്കർ ബോർഡ്. Developed by the scientist Reginald C. Punnett. Okay. അപ്പോൾ ചോദിക്കും ഇതും ഒരു റെപ്രസെന്റേഷൻ ആണ്, ഇതും ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇതിൽ ഏതാണ് സിമ്പിൾ എന്ന് വെച്ചാൽ ചിലർക്ക് ഇതായിരിക്കും എളുപ്പമായിട്ട് തോന്നുന്നു, ചിലർക്ക് അത് എളുപ്പമായിട്ട് തോന്നുന്നു. പക്ഷേ പുന്നറ്റ് സ്ക്വയറിന്റെ അഡ്വാൻറ്റേജ് എത്രത്തോളം ആണെന്ന് നമ്മൾ ഇനി അടുത്ത ഒരു ക്രോസിലോട്ട് പഠിക്കും. അതിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കും, 2 ക്യാരക്ടർ വെച്ചുള്ള ക്രോസ്. അപ്പോൾ സ്വാഭാവികം അവിടെ എത്ര ഗ്യാമീറ്റ്സ് വരും? നേരത്തെ പറഞ്ഞതുപോലെ 4 ഗ്യാമീറ്റ്സ് വരും. മെയിൽ 4 ഗ്യാമീറ്റ്സ് ഉണ്ടാക്കും, ഫീമെയിൽ 4 ഗ്യാമീറ്റ്സ് ഉണ്ടാക്കും. അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് 16 ആണ്. അപ്പൊ 16 ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല 16 പ്രാവശ്യം. അപ്പോഴാണ് നമ്മൾ പുന്നറ്റ് സ്ക്വയർ എത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എനിവേ പഠിച്ചു വയ്ക്കുക, എന്താ പുന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്? ഓർഗാനിസത്തിനെ ക്രോസ് ചെയ്ത് അതിന്റെ ജീനോടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ പറയുന്ന പേരാണ് പുന്നറ്റ് സ്ക്വയർ. Diagrammatic representation of crossing of organisms is called as Punnett square, developed by the scientist Reginald C. Punnett. Okay. സോ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് പോകുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന്. ടെസ്റ്റ് ക്രോസ്. എന്താണ് ടെസ്റ്റ് ക്രോസ്? ഇപ്പൊ അതിനുണ്ട് ടെസ്റ്റ് ക്രോസ്. ഒരു ക്രോസ് നടത്തുന്നു, ടെസ്റ്റിന്റെ ഭാഗമായി, ഒരു പരിശോധനയുടെ ഭാഗമായി എന്തോ ഒന്ന് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ക്രോസ് എന്നർത്ഥം. അതിന്റെ ഡെഫിനിഷൻ കിട്ടുക. ക്രോസിംഗ് ഓഫ് ആൻ ഓർഗാനിസം having dominant phenotype with its recessive parent. The test crossing of an organism having dominant phenotype with its recessive parent. ഒരു ഓർഗാനിസത്തെ ക്രോസ് ചെയ്യുന്നു. ഏത് ഓർഗാനിസം എന്ന് ചോദിച്ചാൽ ആ ഓർഗാനിസത്തിന്റെ ഫീനോടൈപ്പ് ഡോമിനന്റ് ഫീനോടൈപ്പ് ആണ്. ഡോമിനന്റ് ഇപ്പൊ എക്സാമ്പിൾ പ്ലാന്റ് ഹൈറ്റിലെ ഡോമിനന്റ് ഫീനോടൈപ്പ് ഏതാ? ടോൾ. റെസസീവ് ഫീനോടൈപ്പ് ഡോർഫ്.
ഡോമിനന്റ് ഫീനോടൈപ്പ് ഉള്ള ഒരു ഓർഗാനിസം അതിനെ ആരുമായി ക്രോസ് ചെയ്യുന്നു? അതിന്റെ റെസസീവ് ഫീനോടൈപ്പ് ഉള്ള പാരന്റുമായി ക്രോസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ടോൾ പീ പ്ലാന്റ് അതിന് ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നു? ഡോർഫ് പീ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ടെസ്റ്റ് ക്രോസ്. അപ്പൊ ചോദിക്കാതെ എന്തിനാണ്? ഫോർ എക്സാമ്പിൾ കേൾക്കുക, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ ഗാർഡൻ പീ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ 2 ഗാർഡൻ പീ പ്ലാന്റ് കൊണ്ടുവന്നു. ഒന്ന് ടോളുമാണ്, ഒന്ന് ഡോർഫുമാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ടോൾ പീ പ്ലാന്റ്, ഇതൊരു ഡോർഫ് പീ പ്ലാന്റ് എന്ന് വിചാരിക്കുക. ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ 2 പ്ലാന്റും വെച്ചു. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ 2 ആദ്യം ഫീനോടൈപ്പ് പറയുക. അപ്പൊ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ് ഫീനോടൈപ്പ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് പൊക്കം കൂടുതൽ, ഇത് വളരെ പൊക്കം കുറവ്. അപ്പൊ നമ്മൾ പറയും ഇത് ടോൾ പീ പ്ലാന്റ്, ഇത് ഡോർഫ് ഗാർഡൻ പീ പ്ലാന്റ്. സോ ഫീനോടൈപ്പ് പറയുന്നത് യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല, വളരെ ഈസിയായി പറയാൻ പറ്റും ടോളെന്നും ഡോർഫും. ഇനി എന്റെ ക്വസ്റ്റ്യൻ, ഇതിന്റെ 2 ജീനോടൈപ്പ് പറയാം. ഇതിന്റെ 2 ജീനോടൈപ്പ് പറയാം. ഇത് ഏതിന്റെ ജീനോടൈപ്പ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും? ഡോർഫിന്റെ ജീനോടൈപ്പ് നിങ്ങൾ പറയും എന്താ? സ്മോൾ ടി, സ്മോൾ ടി. സോ ഡോർഫിന്റെ ജീനോടൈപ്പ് പറയാൻ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. സ്മോൾ ടി, സ്മോൾ ടി. ഡോർഫ് വരണമെങ്കിൽ 2 സ്മോൾ ടി ആയാലേ പറ്റത്തുള്ളൂ. എന്നാൽ ടോളിന്റെ ജീനോടൈപ്പ് എന്ത്? നിങ്ങൾ ഈ പറഞ്ഞ ഇതിലുണ്ടായിരുന്ന, ഞാൻ കൊണ്ടുവന്നതിലുണ്ടായിരുന്ന ടോളിന്റെ ജീനോടൈപ്പ് എന്ത്? അപ്പൊ നിങ്ങളുടെ മനസ്സിലോട്ട് 2 ഓപ്ഷനാണ് വരുന്നത്. ക്യാപിറ്റൽ ടി ആണോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ? നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ ടി വന്നാലും ടോളാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും ടോളാണ്. ടോളിന് 2 തരം ജീനോടൈപ്പ് ഉണ്ട്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നതും ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ ട്രൂ ബ്രീഡിംഗ് ആണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ കൊണ്ടുവന്ന ഈ ടോൾ പീ പ്ലാന്റ് ട്രൂ ബ്രീഡിംഗ് ആണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പറയാം ക്യാപിറ്റൽ ടി. ട്രൂ ബ്രീഡിംഗ് ആകുമ്പോൾ അത് 2 സെയിം ആണ്. പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല, ട്രൂ ബ്രീഡിംഗ് ആണോ ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ അറിഞ്ഞൂടാ, ഏതാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കേസ് നിങ്ങൾ ഇപ്പൊ എന്തായാലും കണ്ടുപിടിക്കേണ്ടത് ജീനോടൈപ്പ്. അപ്പൊ ചുരുക്കി നമ്മൾ പഠിച്ചു എന്തിനാണ് ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്? ഒന്നിന്റെ ജീനോടൈപ്പ് കണ്ടെത്താൻ. ആരുടെ ജീനോടൈപ്പ് കണ്ടെത്താൻ? ഡോമിനന്റ് ഫീനോടൈപ്പ് ഉള്ള ഓർഗാനിസം. ഡോമിനന്റ് ഫീനോടൈപ്പ് ഉള്ള അതിന്റെ ജീനോടൈപ്പാണ് കണ്ടെത്തേണ്ടത്. റെസസീവ് ഫീനോടൈപ്പിന്റെ ജീനോടൈപ്പ് കണ്ടെത്താൻ ആവശ്യമില്ല. റെസസീവ് ഫീനോടൈപ്പ് ഉള്ള ജീനോടൈപ്പ് നമുക്ക് കാണാൻ അറിയാം, 2 റെസസീവ് ആയിരിക്കണം. എന്നാൽ ഡോമിനന്റ് ഫീനോടൈപ്പ് ഉള്ള ഒരു ഓർഗാനിസത്തിന്റെ എന്തറിയത്തില്ല, ജീനോടൈപ്പ് അറിഞ്ഞൂടെ, ഒരു ഓപ്ഷൻ, ഒരു കോൺട്രവേഴ്സി നിൽക്കുന്നു. അപ്പൊ അതിന്റെ ജീനോടൈപ്പ് കണ്ടെത്തണം. അതിനുവേണ്ടി ചെയ്യുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. ഡോമിനന്റ് ഫീനോടൈപ്പ് ഉള്ള ഒരു ഓർഗാനിസം, അതിന്റെ ജീനോടൈപ്പ് അൺനോൺ ആണ്, അത് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ക്രോസ്. അതിന് ആരുമായി ക്രോസ് ചെയ്യുന്നു? അതിന്റെ റെസസീവ് പാരന്റുമായി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ക്യാരക്ടറിന്റെ ഡോമിനന്റ് ഫീനോടൈപ്പ് ഉള്ള ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് ആണോ കണ്ടെത്താൻ പോകുന്നത്, ആ ഓർഗാനിസത്തെ ആ പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ റെസസീവ് ഫീനോടൈപ്പ് ഉള്ള പ്ലാന്റുമായി ക്രോസ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ഇവിടുത്തെ ക്യാരക്ടർ ഏതാ? ഹൈറ്റ് ആണ്. ഹൈറ്റിന്റെ ഡോമിനന്റ് ഫീനോടൈപ്പ് ആണ് ടോൾ. അതിന്റെ ജീനോടൈപ്പാണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി അതിന്റെ റെസസീവ് ഫീനോടൈപ്പ് ഉള്ള ഒരു പ്ലാന്റിനെ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹൈറ്റിൽ റെസസീവ് ഫീനോടൈപ്പ് ഏത്? ഡോർഫ്. ഒരു ഡോർഫ് പീ പ്ലാന്റുമായിട്ട് ഇതിനെ അങ്ങ് ക്രോസ് ചെയ്യുക. ക്ലിയർ ആയോ? സോ ടോളിനെ ആരുമായി ക്രോസ് ചെയ്യുന്നു? ഡോർഫുമായി ക്രോസ് ചെയ്യുന്നു. സോ ഫീനോടൈപ്പ് നമുക്കറിയാം ടോളാണ്, ഇത് ഡോർഫുമായിട്ട് ക്രോസ് ചെയ്യും. നമുക്ക് ഇതിന്റെ എന്തറിഞ്ഞൂടാത്ത? ജീനോടൈപ്പ്. ഇതിന്റെ എന്തറിഞ്ഞൂടാ? ജീനോടൈപ്പ് അറിഞ്ഞൂടാ. ഇതിന്റെ ജീനോടൈപ്പ് നമുക്കറിയാം സ്മോൾ ടി. ഇനി നമുക്ക് ഗ്യാമീൻസ് നോക്കാം. ഗ്യാമീൻസ് ഇതുണ്ടാക്കുന്ന ഗ്യാമീൻസ് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇതിവിടെ 2 ഓപ്ഷൻ നമുക്കറിയാം. ക്യാപിറ്റൽ ടി ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഇതുണ്ടാക്കുന്ന ഗ്യാമീൻസ് എല്ലാം ക്യാപിറ്റൽ ടി അടങ്ങിയതാണ്, ടോളിന്റെ അലിയിൽ മാത്രം അടങ്ങിയതാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ 50% ഗ്യാമീൻസ് ക്യാപിറ്റൽ ടി അടങ്ങിയത്, 50% ഗ്യാമീൻസ് സ്മോൾ ടി അടങ്ങിയത് ആണല്ലോ. എനിവേ ഇവിടെ ഉണ്ടാക്കുന്ന ഗ്യാമീൻസ് നമുക്ക് അറിയാം. ഇത് സ്മോൾ ടി ആയതുകൊണ്ട് സ്മോൾ ടി അടങ്ങി ഗ്യാമീൻസ് ഉണ്ടാകും. ഇവിടെ നമുക്ക് ഒന്നും അറിയില്ല, അല്ലെ? അറിയത്തില്ല. എനിവേ ഇവിടെ ഗ്യാമീൻസ് ഉണ്ടാവുമല്ലോ. ക്യാപിറ്റൽ ടി ആണെങ്കിൽ only 1 type of gametes. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ 2 types of gametes. എനിവേ ഇവിടെ ഉണ്ടായ ഗ്യാമീൻസും ഇവിടെ ഉണ്ടായ ഗ്യാമീൻസും കൂടെ ഫ്യൂഷൻ നടന്നു, ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ നടന്നപ്പോൾ കിട്ടിയ ഓഫ്സ്പ്രിങ്സ് എല്ലാം എന്തായിരുന്നു? എല്ലാം എന്തായിരുന്നു? ടോളാണ്. ഒരെണ്ണം പോലും ഡോർഫില്ല.
അങ്ങനെയെങ്കിൽ ഇതിന്റെ ജീനോടൈപ്പിലോട്ട് നിങ്ങൾക്ക് എങ്ങനെ എത്താൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഈ ടോളിനെയും ഇതിന്റെ ജീനോടൈപ്പ് അറിഞ്ഞൂടാ, അറിഞ്ഞൂടാത്ത ഡോമിനന്റ് ഫീനോടൈപ്പ് ടോളാണെന്ന് അറിയാം. അതിനെ ഡോർഫുമായി ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത് എല്ലാം ടോൾ. അങ്ങനെയാണെങ്കിൽ ഈ ടോളിൽ ഒരു അലീൽ ഇവിടെ നിന്ന് വരണമല്ലോ, സ്മോൾ ടി. നമുക്കുള്ള 2 അലീൽസിൽ ഒരെണ്ണം അച്ഛനിൽ നിന്ന് ഒരെണ്ണം അമ്മയിൽ നിന്ന് വന്നതാണല്ലോ. അപ്പൊ ഇതിലുള്ള ഒരു അലീൽ ഈ സ്മോൾ ടി ആണ്, അത് ഉറപ്പായിട്ട് ഈ സ്മോൾ ടി വരാൻ പറ്റുള്ളൂ. ഇനി മറ്റേ അലീൽ ഏതായിരിക്കണം? കാരണം ഇത് ടോളാണ് എങ്കിൽ മറ്റേ അലീൽ എന്തായിരിക്കണം? ക്യാപിറ്റൽ ടി ആയിരിക്കണം, എങ്കിലേ ടോളാവാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വന്നതായിരിക്കണം. അപ്പൊ ഇതിന്റെ ജീനോടൈപ്പ് എന്തായിരിക്കണം? ക്യാപിറ്റൽ ടി. അപ്പോഴല്ലേ അത് ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഗ്യാമിക്സ് മാത്രം ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെയെങ്കിലേ ഇവിടെ ടോൾ മാത്രം കിട്ടത്തുള്ളൂ. അപ്പൊ ആ ടെസ്റ്റ് ക്രോസിൽ കിട്ടിയത് എല്ലാം ടോൾ ആണെങ്കിൽ ഇതിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹോമോസൈഗസ് കണ്ടീഷൻ. എന്നാൽ സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പറയാം, ഇത് ഫസ്റ്റ് ഓപ്ഷൻ. ഈ ക്രോസിൽ ടോളും കിട്ടി, എന്ത് കിട്ടി? ഡോർഫും കിട്ടി. ഇവിടെ ടോളും കിട്ടി, ഡോർഫും കിട്ടി. ഇൻ ദ റേഷ്യോ 1:1. 50 ടോളും 50 ഡോർഫും. തുല്യ അളവിൽ ടോളും കിട്ടി, ഡോർഫും കിട്ടി. അങ്ങനെയെങ്കിൽ ഡോർഫ് വരണമെങ്കിൽ ജീനോടൈപ്പ് എന്തായിരിക്കണം? സ്മോൾ ടി. ഇതിൽ ഒരു സ്മോൾ ടി ഇവിടെ നിന്ന് വന്നു, ഒരു സ്മോൾ ടി ഇതിൽ നിന്ന് വരണം. ഈ ടോൾ വരണമെങ്കിൽ ഒരെണ്ണം സ്മോൾ ടി ആയിരിക്കണം, ഇതിൽ നിന്ന് വന്നതായിരിക്കണം. മറ്റേത് എന്തായിരിക്കണം? ക്യാപിറ്റൽ. ഇതിൽ വരുന്നത് ടോളായാലും ഡോർഫായാലും ഒരടി ഇതിൽ നിന്നുള്ളതായിരിക്കും. അപ്പൊ സ്മോൾ ടി ഇതിൽ നിന്ന് വന്നു, മറ്റേ സ്മോൾ ടി ഇതിൽ നിന്ന് വന്നു. ഇത് ഒരു സ്മോൾ ടി ഇതിൽ നിന്ന് വന്നു, മറ്റേ ക്യാപിറ്റൽ ടി ഇതിൽ നിന്ന് വന്നു. അങ്ങനെയാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇതിൽ എന്തുണ്ടായിരിക്കണം? ക്യാപിറ്റൽ ടി ഉണ്ടായിരിക്കണം, സ്മോൾ ടി ഉണ്ടായിരിക്കണം, ടോളിന്റെ അരിയിലും ഉണ്ടായിരിക്കണം, ഡോർഫിന്റെ അരിയിലും ഉണ്ടായിരിക്കണം. അതായത് അത് എന്ത് കണ്ടീഷൻ? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. ഇതാണ് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ. അപ്പൊ നമ്മൾ ടെസ്റ്റ് ക്രോസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്ലാന്റ്സ് എല്ലാം സെയിം ടൈപ്പ് ആണെങ്കിൽ അത് ഹോമോസൈഗസ്. 2 തരം കിട്ടിയാൽ, സെയിം റേഷ്യോയിൽ 2 തരം പ്ലാന്റ്സ് കിട്ടിയാൽ അതെന്ത്? ഹെറ്ററോസൈഗസ്. ഇതാണ് ഓപ്ഷൻ. ഓക്കെ. അപ്പോ ടെസ്റ്റ് ക്രോസിൽ എല്ലാ ഓഫ്സ്പ്രിങ്സും സെയിം ടൈപ്പ് ആണെങ്കിൽ ആ ഡോമിനന്റ് ഫിനോടൈപ്പ് ഉള്ള ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് ഹോമോസൈഗസും. 2 തരം പ്ലാന്റ്സ് ടെസ്റ്റ് ക്രോസിൽ 2 തരം ഓഫ്സ്പ്രിങ്സ് സെയിം റേഷ്യോയിൽ കിട്ടി, 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ടെസ്റ്റ് ക്രോസിൽ കിട്ടിയെങ്കിൽ അതിന്റെ ജീനോടൈപ്പ് ഹെറ്ററോസൈഗസ് ആണ് എന്നൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഇതാണ് ടെസ്റ്റ് ക്രോസ്. ക്രോസിംഗ് ഓഫ് an organism having dominant phenotype with its recessive parent, like with a plant of its recessive phenotype. Recessive phenotype ഉള്ള ഒരു പ്ലാന്റുമായി ക്രോസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി 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 ക്ലിയർ. വളരെ ഇമ്പോർട്ടന്റ്, ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ഒരു ടെസ്റ്റ് ക്രോസ് നടത്തി നമുക്കൊരു ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് അറിഞ്ഞൂടാ, പക്ഷെ അതിന്റെ ഫീനോടൈപ്പ് അറിയാം, ഡോമിനന്റ് ആണ്. അപ്പൊ ഡോമിനന്റ് ഫീനോടൈപ്പ് ആണെങ്കിൽ ജീനോടൈപ്പ് ചിലപ്പോൾ ഹോമോസൈഗസ് ആയിരിക്കാം, ചിലപ്പോൾ ഹെറ്ററോസൈഗസ് ആയിരിക്കാം. അതിന് നേരെ ആ പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ റെസസീവ് ഫോമുള്ള പ്ലാന്റുമായി ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ക്രോസിൽ കിട്ടുന്നത് എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഡോമിനന്റ് ഫീനോടൈപ്പ് ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് ഹോമോസൈഗസ് നേച്ചറിലും, എന്നാൽ 2 types of offsprings in the same ratio 1:1 എന്നുള്ള റേഷ്യോ കിട്ടിയെങ്കിൽ ആ ഡോമിനന്റ് ഫിനോടൈപ്പ് ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് ഹെറ്ററോസൈഗസ് ആണെന്നുള്ള കൺക്ലൂഷനിലൂടെ നമുക്ക് എത്താൻ പറ്റും. സോ ദാറ്റ്സ് അബൌട്ട് ടെസ്റ്റ് ക്രോസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്യാമീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഫ്യൂഷൻ മോണോ ഹൈബ്രിഡ് ക്രോസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഫിനോടൈപ്പ്, ജീനോടൈപ്പ്, ഗ്യാമീറ്റ്സ് റെപ്രസെന്റേഷൻ. ഇപ്പോൾ മനസ്സിലാക്കുക, ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്ന ഒരു ഗ്യാമീറ്റിൽ അതിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു അലീൽ മാത്രമേ വരത്തുള്ളൂ. ഒരിക്കലും ഒരു ക്യാരക്ടറിന്റെ 2 അലീലും കൂടെ ഒരു ഗ്യാമീറ്റിൽ വരത്തില്ല. ഓക്കെ. അതിനുശേഷം നമ്മൾ പുന്നറ്റ് സ്ക്വയർ പഠിച്ചു. ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ക്രോസിംഗ് ഓഫ് ഓർഗാനിസംസ് ഈസ് കോൾഡ് ആസ് പുന്നറ്റ് സ്ക്വയർ. അതിന്റെ അഡ്വാൻറ്റേജ് പഠിച്ചു. So now we just discuss about test cross, the most important topic on this chapter. ഒരു ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് കണ്ടെത്താൻ, അതിന്റെ ഫിനോടൈപ്പ് ഡോമിനന്റ് ഫിനോടൈപ്പ് ആണെന്ന് അറിയാം, അതിന്റെ ജീനോടൈപ്പ് അറിഞ്ഞുകൂടാ, അത് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. എങ്ങനെയാണ് ആ ടെസ്റ്റ് ക്രോസ് വഴി അതിന്റെ ജീനോടൈപ്പിലോട്ട് എത്തുന്നത് എന്ന് മനസ്സിലായല്ലോ. സോ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ എന്തിനാണ് ടെസ്റ്റ് ക്രോസ് നടത്തുന്നതെന്ന് വെച്ചാൽ ടു ഫൈൻഡ് ഔട്ട് ദി ജീനോടൈപ്പ്, അൺനോൺ ജീനോടൈപ്പ് ഓഫ് an organism having dominant phenotype. ഡോമിനന്റ് ഫിനോടൈപ്പ് ഉള്ള ഓർഗാനിസത്തിന്റെ അൺനോൺ ആയിട്ടുള്ള ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. ഓക്കെ, താങ്ക് യു.